അങ്ങേക്ക് ആരാധന, അങ്ങേക്ക് നന്ദി. അവിടുന്നാണ് എൻ്റെ ദൈവം, അവിടുന്നാണ് എൻ്റെ പിതാവ്, അവിടുന്നാണ് എൻ്റെ സൃഷ്ടാവ്, എന്നെ സൃഷ്ടിച്ച ദൈവം, എൻ്റെ കർത്താവ് അവിടുന്നാണ്. എല്ലാ സ്തുതിയും, എല്ലാ പുകഴ്ചയും, എല്ലാ മഹത്വവും, എല്ലാ ആരാധനയും ഞാൻ അങ്ങേക്ക് അർപ്പിക്കുന്ന ദൈവമേ. I offer you all praise, all glory and adoration to you, O my Lord. നമുക്കൊരു നിമിഷം കണ്ണുകൾ അടച്ചുകൊണ്ട് നമ്മുടെ കരങ്ങളെ കൂപ്പി പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമുക്ക് ഹൃദയത്തിൽ ആരാധിക്കാം. Let us all close our eyes and fold our hands. നമ്മെ എല്ലാം സൃഷ്ടിച്ച ദൈവം, അമ്മയുടെ ഉദരത്തിൽ നമ്മെ ഉരുവാക്കിയ ദൈവം, The Lord who created us, who formed us in our mother's womb. ബൈബിള് പ്രഖ്യാപിക്കുന്നു, കഥാവാ ദൈവം തൻ്റെ ഛായയിൽ, തൻ്റെ സാദൃശ്യത്തിൽ മനുഷ്യനെ മെനഞ്ഞെടുത്തു. The scriptures say that God formed man in his own image and likeness. എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ ഛായയിലും അവിടുത്തെ സദൃശ്യത്തിലുമാണ് സൃഷ്ടിക്കപ്പെട്ടത്. All men are created in the image and likeness of God. ഉൽപ്പത്തി 2:7 നമ്മൾ വായിക്കുന്നു, അവിടുന്ന് ഒരു മൺരൂപം ഉണ്ടാക്കി, ആ മൺരൂപത്തിൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് ജീവശ്വാസം ഊതിയപ്പോൾ അവിടെ ജീവൻ പ്രവേശിച്ചു. We read in Genesis 2:7 that he formed man out of mud, and when he breathed into that clay, life came into man. ദൈവത്തിൻ്റെ ജീവശ്വാസം ദൈവത്തിൻ്റെ ആത്മാവാണ്. The breath of life is the breath of God. ആദം എന്ന മനുഷ്യനിലേക്ക് പ്രവേശിച്ച് ജീവൻ കൊടുത്ത ജീവശ്വാസം, ആ ജീവന്റെ അംശം നമ്മളെല്ലാവരിലുമുണ്ട്. The breath of life which entered into Adam and gave life to Adam, it is there in all of us. ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരിലും, എല്ലാ ശരീരത്തിലും, ഓരോ മനുഷ്യ ശരീരത്തിലും ദൈവത്തിന്റെ ജീവൻ കൂടിക്കൊള്ളുന്നു, ദൈവത്തിന്റെ ആത്മാവ് കൂടിക്കൊള്ളുന്നു. In all flesh, in all the bodies of human, the life of God, the breath of God is there. മനുഷ്യൻ ഏത് ജാതിയോ മതമോ വർണ്ണമോ വർഗമോ ഭാഷയോ ആയിരുന്നാലും സകലരും ഒരേ ദൈവത്തിന്റെ മക്കളാണ്. No matter a man to which caste, religion, creed a man belongs, all are the children of God. നാമെല്ലാം ഒരേ കുടുംബത്തിലെ അംഗങ്ങളാണ്. We are all members of the same family. സ്നേഹിക്കാൻ പഠിപ്പിച്ച പിതാവിന്റെ മക്കളാണ് നമ്മൾ. We are the children of the Father who taught to love. നമ്മളുടെ സ്നേഹത്തെ പ്രതി തന്റെ ഏകപുത്രനായ യേശുക്രിസ്തുവിനെ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി ഈ ഭൂമിയിലേക്ക് അയച്ച പിതാവിന്റെ മക്കളാണ് നമ്മൾ എല്ലാവരും. We are the children of the Father who sent his only beloved Son into this world to save us. നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് അവിടുത്തെ മുമ്പിൽ സമർപ്പിക്കാം. Let us offer ourselves completely before him. ഈ പരിശുദ്ധ മറിയത്തിന്റെ മഹാമഹോത്സവത്തിന്റെ 2ാം ദിവസം ഉന്നതത്തിലും അയക്കപ്പെടുന്ന സകല നന്മകളും അനുഗ്രഹങ്ങളും നമ്മുടെ ഹൃദയങ്ങളിൽ നിറയാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. Let us desire for all the goodness and anointing that has been sent on the second day of the greatest festival of Mother Mary to fill in us. തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാം, സന്തോഷിക്കാം. Let us all be happy and proud. ഒരു വലിയ നിലവിളകെട്ടു പിതാവിൻ്റെ ഒരു വലിയൊരു പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മൾ ഇവിടെ ഈ കൂടാരത്തിൽ ഒന്നിച്ചു കൂടിയിരിക്കുകയാണ്. We have all gathered here as a part of a big plan of God the Father. വാസ്തവത്തിൽ നമ്മൾ എത്രമാത്രം ഭാഗ്യമുള്ളവരാണ്, അനുഗ്രഹിക്കപ്പെട്ടവരാണ്. In fact, how blessed we are all. അന്ധകാരം നിറഞ്ഞ ലോകത്തില് ദൈവത്തിന്റെ പ്രകാശം കാണുവാനായിട്ട്, തിരിച്ചറിയുവാനായിട്ട് കൃപ ലഭിച്ചവരാണ് സ്പിരിറ്റിന്റെ മക്കള്. The children of Spirit and Jesus are the ones who have received the grace to see and receive the light in this darkness filled world. നമ്മുടെ ഏറ്റവും വലിയ അഭിമാനവും ഏറ്റവും വലിയ സന്തോഷവുമാണ് വെളിപാട് 12:17 വചനത്തിന്റെ ഉടമകളാണ് നമ്മൾ എന്നുള്ളത്. Our great joy and pride is in that we are the inheritors, we are the heirs of the word. Revelation 12:17. ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിനെ സാക്ഷ്യം വഹിക്കുന്നവരുമായ അവളുടെ സന്താനങ്ങളായി ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരും ഭാഗ്യം കിട്ടിയവരുമാണ് സ്പിരിറ്റിന്റെ മക്കള്. The children of Spirit and Jesus are the one who has been called to live as the children of Mary, who keep the commandments of God and hold the testimonies of Jesus. നിങ്ങൾക്ക് സന്തോഷമില്ലേ കാര്യത്തില്? Aren't you happy for that? സന്തോഷമില്ലേ? ഹല്ലേലൂയ. നമ്മുടെ ഏറ്റവും വലിയ അഭിമാനം അതാണ്. It is a great pride. ഈ ലോകം നമ്മളെ പോഷന്മാരെന്ന് കാണുമ്പോൾ, Even when the world sees us as fools, നമുക്ക് ലഭിച്ചിരിക്കുന്ന എത്ര വലിയ സമ്പത്താണ്. what a great wealth we have all received. സ്വർഗത്തിന്റെ വലിയ സമ്പത്തിന്റെ ഉടമകളാകാൻ വേണ്ടി ദൈവം നമ്മളെ അനാദിയിലെ തിരഞ്ഞെടുത്തു. God has chosen us from the beginning to become
owners of great wealth. നമുക്കതിൽ സന്തോഷിക്കാം, അഭിമാനിക്കാം. Let us be happy and proud in it. ഹല്ലേലൂയ. Hallelujah. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ അധ്യായം 10 38 വചനം. Acts chapter 10 verse 38. അപ്പോസ്തല പ്രവർത്തനം 10 38 വചനം. നസറനായ യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും ദൈവം എങ്ങനെ അഭിഷേകം ചെയ്തുവെന്നും അവൻ എപ്രകാരം നന്മ പ്രവർത്തിച്ചുകൊണ്ടും പിശാചിനാൽ പീഡിപ്പിക്കപ്പെട്ടവരെ സുഖപ്പെടുത്തിക്കൊണ്ടും ചുറ്റി സഞ്ചരിച്ചുവെന്നും നിങ്ങൾക്കറിയാം. ദൈവം അവനോടുകൂടി ഉണ്ടായിരുന്നു. How God anointed Jesus of Nazareth with the Holy Spirit and with power, how he went about doing good and healing all who were oppressed by the devil, for God was with him. നസ്രനായ യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും ദൈവം അഭിഷേകം ചെയ്തു. God anointed Jesus of Nazareth with Holy Spirit and with power. എന്നിട്ട് പറഞ്ഞ് നസ്രനായ യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും ദൈവം എങ്ങനെ അഭിഷേകം ചെയ്തുവെന്നും അവൻ എപ്രകാരം നന്മ പ്രവർത്തിച്ചുകൊണ്ടും പിശാചിനാൽ പീഡിപ്പിക്കപ്പെട്ടവരെ സുഖപ്പെടുത്തിക്കൊണ്ടും ചുറ്റി സഞ്ചരിച്ചുവെന്ന് നിങ്ങൾക്കറിയാം. ദൈവം അവനോട് കൂടി ഉണ്ടായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ വചനം പറയാണ്, യേശു ക്രിസ്തുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും ദൈവം അഭിഷേകം ചെയ്തു. Here the word says that God anointed Jesus with power and Holy Spirit. ഒരു വലിയൊരു രഹസ്യമാണത്. It is a great secret. അനേകം ആൾക്കാർക്ക് ഉൾക്കൊള്ളുക സാധിക്കുന്നില്ല. Many people are not able to accept it. പക്ഷെ വചനം സത്യമാണ്. വചനം ഒരിക്കലും ഒന്നും തെറ്റായി പറയും, എല്ലാം അതേ മാത്രമാണ്. But the word is truth. It never says anything false. It is always yes. യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനാലും വചനത്താലുമാണ് ഒരു മനുഷ്യനായി പരിശുദ്ധ കന്യാമറിയുടെ ഉദരത്തിൽ ഉരുവാക്കപ്പെട്ടത്. Jesus took flesh in the womb of Mother Mary through Holy Spirit and power of God. പരിശുദ്ധാത്മാവിനാലും ദൈവത്തിന്റെ വചനത്താലും ഉരുവാക്കപ്പെട്ട യേശുക്രിസ്തു 30 വർഷക്കാലം ഭൂമിയിൽ ലോകത്തിന് അറിയാതെ ജീവിച്ചു. Jesus, who was formed by the Holy Spirit and by the word of God, lived for 30 years without being known by the world. വിശുദ്ധ ലൂക്കാ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, യേശു ജ്ഞാനത്തിലും പ്രായത്തിലും വളർന്നു എന്ന് പറയുന്നത് മാതാപിതാക്കന്മാരുടെ കൂട്ടത്തില്. In Luke we read that Jesus grew up in wisdom and age with his parents. ആ യേശു ലോകത്തിന്റെ ഒരു വിജ്ഞാനം പോലും തേടുവാൻ ലോകത്തിൽ ഒരിടത്തും പോയിട്ടില്ല. That Jesus, he didn't go anywhere to learn wisdom of this world. പലപ്പോഴും യേശുവിൻ്റെ സഹോദരങ്ങളായ അവൻ്റെ ദേശവാസികള് അല്ലെ അവൻ്റെ ശിഷ്യന്മാർ തന്നെയും ആ ദേശവാസി തന്നെ പലപ്പോഴും ചോദ്യമുണ്ട്, ഇവന് ഇതെല്ലാം എവിടെ നിന്ന് കിട്ടി? Many times his fellow citizens asked, from where did he get this great learning and knowledge? യോഹന്നാന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തില് 14-ാമത്തെ തിരുവചനം. In the book of John chapter 7 verse 14. തിരുനാൾ പകുതിയായപ്പോൾ യേശു ദേവാലയത്തിൽ ചെന്ന് പഠിപ്പിച്ചു തുടങ്ങി. ഒന്നും പഠിച്ചിട്ടില്ലാതിരിക്കെ ഇവന് ഇത്ര അറിവ് എവിടെ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞ് യഹൂദർ വിസ്മയിച്ചു. The Jews, about the middle of the festival, Jesus went up into the temple and began to teach. The Jews were astonished at it, saying, how does this man have such great learning when he has never been taught? നീ ലോകം ഒത്തിരിയേറെ കാര്യങ്ങൾ യേശുവിനെ കുറിച്ച് പറയുന്നുണ്ട്. യേശു മറ്റു പലയിടങ്ങളിൽ പോയി പഠിച്ചു, വിജ്ഞാനം നേടി. എന്നാൽ വ്യക്തമായിട്ട് വചനോട് പറയുകയാണ്, യേശു തന്നെ പരസ്യ ജീവിതം നടത്തിക്കൊടുന്ന കാലഘട്ടത്തിൽ ദേവാലയത്തിൽ കടന്നു എന്ന് യേശു പഠിപ്പിക്കുകയാണ്. ആൾക്കാർ ചോദിക്കുകയാണ്, ഒന്നും പഠിച്ചിട്ടില്ലാതിരിക്കെ ഇവന് ഇത്ര അറിവ് എവിടെ നിന്ന് കിട്ടി? Today the world says many things about Jesus, saying that he went to other places to learn knowledge. But the word of God clearly says that how did Jesus have such great learning when he was never taught? അപ്പോൾ യേശുക്രിസ്തുവിന്റെ ദേശവാസികൾ, സ്വന്തം നാട്ടുകാർ ചോദിക്കുകയാണ്, ഒന്നും പഠിച്ചിട്ടില്ലാതിരിക്കെ ഇത്ര വലിയ അറിവ് എവിടെ നിന്ന് കിട്ടി? His own fellow citizens are asking, how does this man have such great learning when he has never been taught? യേശു മറുപടി പറയാണ്. അടുത്ത 16-ാമത്തെ വചനം. യേശു പറഞ്ഞു, എന്റെ പ്രബോധനം എന്റെ സ്വന്തമല്ല, എന്നെ അയച്ചവൻ്റെതത്രേ. Then Jesus answers them by saying, my teaching is not mine, but his who sent me. അവിടുത്തെ ഇഷ്ടം നിറവേറ്റാൻ മനസ്സുള്ളവൻ ഈ പ്രബോധനം ദൈവത്തിൽ നിന്നുള്ളതോ അതോ ഞാൻ സ്വയം നൽകുന്നുവോ എന്ന് മനസ്സിലാക്കും.
Anyone who resolves to do the will of God will know whether the teaching is from God or whether I am speaking on my own. യേശു പറയാണ്, ഈ പ്രബോധനം എൻ്റെ സ്വന്തമല്ല, എന്നെ അയച്ച എൻ്റെ പിതാവിൻ്റെതാണ്. Jesus is telling, my teaching is not mine, but it is his who sent me. അപ്പോൾ വ്യക്തമായിട്ട് ബൈബിൾ പഠിപ്പിക്കുകയാണ്, യേശു ക്രിസ്തു ഈ ലോകത്തിൽ ഒരിടത്തും പോയി ഒരു വിജ്ഞാനവും ആർജിച്ചിട്ടില്ല. So the Bible clearly teaches us that Jesus didn't go anywhere in this world to learn knowledge. യേശു പഠിച്ചത് വചനം മാത്രമാണ്. Jesus learned only the scriptures. യേശു ധ്യാനിച്ചത് വചനങ്ങൾ മാത്രമാണ്. Jesus meditated only upon the scriptures. കാരണം യേശുവിൽ വസിച്ചിരുന്ന യേശു പിതാവിന്റെ ആത്മാവ് യേശുവിനെ എല്ലാം പഠിപ്പിക്കുകയായിരുന്നു. Because the Spirit of God which was in Jesus taught him everything. എന്നാൽ തന്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നതിന് മുൻപ് യേശു പരിശുദ്ധാത്മാവിൽ ശക്തനായി മാറണമായിരുന്നു. But before Jesus began his public life, he had to be strong in the Spirit of God. അതുകൊണ്ടാണ് യേശുവിനെ ജോർദാൻ നദിയിലേക്ക് പിതാവ് ദൈവം അയക്കുന്നത്. That is why God the Father sends Jesus to the river Jordan. സ്നാപകനിൽ നിന്നും യേശു സ്നാനം സ്വീകരിക്കുകയാണ്. Jesus receives baptism from the Baptist. യേശു സ്നാനം സ്വീകരിച്ചപ്പോൾ വനിത വായിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ യേശുവിന്റെ മേൽ എഴുന്നള്ളി വന്നു. We read in the word of God that when Jesus was baptized, the Holy Spirit descended upon him in a bodily form as a dove. അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. That time heaven was opened. ഒരു ശബ്ദം സ്വർഗത്തിൽ നിന്നുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. A voice came from heaven, this is my beloved son. വീണ്ടും നമ്മൾ വായിക്കുന്നത് ലൂക്കാസ് സുവിശേഷം 4-ാമത്തെ അധ്യായം 1 വായിക്കുന്നുണ്ട്, യേശു ആത്മാവ് നിറഞ്ഞവനായി ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിച്ചു. Again in Luke 4 we read that Jesus, full of the Holy Spirit led him into the wilderness. ജോർദാനിൽ സ്നാനപ്പെട്ടപ്പോൾ യേശു ആത്മാവ് നിറഞ്ഞവനായിട്ട് മാറി, പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിട്ട് മാറി. ആ പരിശുദ്ധാത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്കാണ് നയിച്ചത്. When Jesus was baptized in the Jordan, he was filled with the Holy Spirit, and that Holy Spirit led Jesus into the wilderness. 40 ദിവസക്കാലം യേശു മരുഭൂമിയിൽ ദൈവത്തോടൊത്ത് പ്രാർത്ഥനയിലായിരുന്നു. For 40 days Jesus fasted and was in prayer in the wilderness. എന്നാൽ അവിടെ വെച്ച് യേശു അതികഠിനമായി പരീക്ഷിക്കപ്പെട്ടു. But there Jesus was tempted severely. സുവിശേഷം രേഖപ്പെടുത്തുകയാണ്, അവൻ വന്യമൃഗങ്ങളുടെ കൂട്ടത്തിലായിരുന്നു. The word of God testifies that he was with wild animals. ഈ വന്യമൃഗങ്ങളെ ലോകത്തിലെ വന്യമൃഗങ്ങളല്ല, കാരണം ഇത് പൈശാചിക ശക്തികളാണ്. Those wild animals are not the animals of this world, rather evil spirits. ഓരോ ദിവസവും യേശുവുമായി അവർ പോരടിച്ചുകൊണ്ടിരുന്നു. Every day they were fighting with Jesus. അങ്ങനെ യേശുവിന്റെ ആ പരീക്ഷണത്തിന്റെ അവസാനമാണ് നമ്മൾ മൂന്ന് പരീക്ഷണങ്ങളെ കുറിച്ച് നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നത്. After the end of all those temptations, we read about 3 temptations in the word of God. ഒന്ന്, വിശന്നിട്ട് യേശുവോട് പറഞ്ഞു, നീ ദൈവത്തിന്റെ പുത്രനാണല്ലേ, നീ ഈ കല്ലുകളോട് കൽപ്പിച്ച് ഇത് അപ്പമാകാൻ പറയുക. First the devil says, if you are the son of God, command these stones to turn into bread. അതിന് മറുപടി യേശു പറഞ്ഞു, മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ്. And Jesus replied that man does not live by bread alone, but by every word that comes from the mouth of God. തുടർന്നുണ്ടായ ഒരു പരീക്ഷണമായിരുന്നു, ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അതിന്റെ സുഖങ്ങളെല്ലാം കാണിച്ചു കൊടുത്തുകൊണ്ട് സാത്താൻ ഈശോയോട് പറയാണ്, ഇതെല്ലാം നിനക്ക് ഞാൻ തരാം, നീ എന്നെ ആരാധിക്കണം. The next temptation was the devil showed him all the riches of this world and said, if you adore me, I will give all these things to you. ദൈവം സൃഷ്ടിച്ച ലോകത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ സമ്പത്തും എല്ലാം ഇത് സാത്താൻ യേശുവിനെ കാണിച്ചു കൊടുത്തിട്ട് പറയാണ്, നീ എന്നെ ആരാധിച്ചാൽ, കുമ്പിട്ട് ആരാധിച്ചാൽ ഇതെല്ലാം നിനക്ക് ഞാൻ തരാം, ഇതെല്ലാം എൻ്റെ സ്വന്തമാണ്, എനിക്ക് ഇഷ്ടമുള്ളവർക്ക് ഞാനത് കൊടുക്കുന്നു. Satan is showing Jesus all the goodness and the wealth of this world which was created by God and says that this is mine and I will give it to whomever pleases me. അതിന് മറുപടിയായിട്ട് ഈശോ പറഞ്ഞു, നീ നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ. In reply for that, Jesus said, you shall worship the Lord your God alone. വീണ്ടും നമ്മൾ കാണുന്നത് യേശുവിനെ ദേവാലയത്തിൽ അഗ്രത്തിൽ നിർത്തിയിട്ട് പറയുകയാണ്, ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ നീ താഴേക്ക് ചാടുക, നിന്നെ ദൂതന്മാർ അവരുടെ കൈകളിൽ നിന്നെ വഹിച്ചുകൊള്ളും. But again he makes Jesus to stand at the pinnacle of the temple and says, if you are the son of God, jump from here and the angels of God will carry you in their wings. അവിടെ യേശു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് സാത്താനെ. Again Jesus says, do not test the Lord your God. അങ്ങനെ പിശാച് യേശുവിനെ അവിടെ വിട്ടുപോകുന്നു. സാത്താനെ ജയിച്ചവനായി ആ 40 ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് കർത്താവ് കാനായിലെത്തുന്നു, ഗലീലെ കാനായിലെത്തുന്നു. അവിടെ വെച്ച് വിവാഹപരിയിൽ പങ്കെടുക്കുന്നു. അവിടെ വെച്ച് പരിശുദ്ധ മറിയത്തിലൂടെ ഇതാ യേശുവിൽ വസിച്ച പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണരുകയാണ്. There the Satan leaves Jesus after that, and he defeated Satan and he returns back to Galilee full of the power of the Holy Spirit, and he takes part in that wedding
and then he does the miracle. യേശുവിൽ വസിച്ച പരിശുദ്ധാത്മ അഭിഷേകത്തെ ഉണർത്തിയത് പരിശുദ്ധ കന്യാമറിയത്തിന്റെ സാന്നിധ്യവും പരിശുദ്ധ കന്യാമറിയത്തിൽ നിന്ന് പുറപ്പെട്ട ഒരൊറ്റ വാക്കുമാണ്. It was the presence of Mother Mary and the one word which came from her that awakened the anointing of Jesus. അവൻ നിങ്ങളോട് പറയുന്ന പോലെ ചെയ്യുവനെന്ന് പരിചാരോട് പറഞ്ഞ നിമിഷത്തില് കന്യാമറിയത്തിൽ പുറപ്പെട്ട ആ വാക്ക് ഒരു അഗ്നിയായി യേശുവിന്റെ ആത്മാവിലേക്ക് തുളഞ്ഞു കയറുകയും യേശുവിന് അഭിഷേകം ഉണരുകയും തൽക്ഷണം യേശുവോടെ ആവശ്യപ്പെടുകയാണ് കൽഭരണിയിൽ വെള്ളം നിറയ്ക്കുവിനെന്ന്. The word which Mother Mary said to the servants, do whatever he tells you, those words pierce the anointing of Jesus, and immediately Jesus says, fill the jars with water. തുടർന്ന് യേശുവിന്റെ പരസ്യമായ ജീവിതം ആരംഭിച്ചു. Next, the public life of Jesus starts. യേശു അനേകം അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങി. Jesus began to perform many അടയാളങ്ങൾ miracles. പ്രവർത്തിക്കാൻ തുടങ്ങി. He performed many signs. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു, That was a main important thing. മനുഷ്യരിൽ ആവശ്യമിരുന്ന അശുദ്ധാത്മാക്കളെയും പിശാചുക്കളെയും യേശു പുറത്താക്കിക്കൊണ്ടിരുന്നു. One of the most important miracles is thus Jesus casting out the evil spirits possessing men. യേശുവിന്റെ പരസ്യ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷയായിരുന്നു അശുദ്ധാത്മാക്കളെയും പിശാചുകളെയും പുറത്താക്കിക്കൊണ്ട് അത് ബാധിച്ചിരുന്ന മനുഷ്യരെ അവിടുന്ന് സ്വതന്ത്രരാക്കി മാറ്റി. One of the most important ministry in the public life of Jesus was casting out evil spirit from possessed people. യേശു ഈ ലോകത്തിലേക്ക് വന്നത് ഈ ഭൂമി ജീവിച്ചിരിക്കാൻ വേണ്ടിയിട്ട് മറിച്ച് ഇവിടെ കുരിശിൽ മരിക്കാൻ വേണ്ടി തന്നെയാണ് യേശു ഭൂമിയിലേക്ക് വന്നത്. Jesus came to this earth not to live but rather to die on the cross. മനുഷ്യരുടെ പാപങ്ങളെല്ലാം തന്റെ മേൽ ചുമത്തപ്പെടുമെന്നും തന്റെ ദൈവികമായ ശരീരത്തിൽ മാത്രമേ പിശാചിന്റെ ശക്തിയായി പാപത്തെ നശിപ്പിക്കാൻ സാധ്യമാകുമെന്നും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് യേശു മനുഷ്യനായി ഭൂമിയിൽ അവതരിക്കാൻ കടന്നു വന്നത്. Jesus became an incarnate as human being, knowing that all the sins of the world will be cast upon his body, and only through his suffering he can destroy the power of the devil, which is sin. ആ യേശുവിനെയാണ് പിതാവായ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തത്. It was that Jesus, God the Father, anointed with power and Holy Spirit. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെയും ശക്തിയുടെയും അഭിഷേകമില്ലാതെ ആർക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല. Without the anointing of Holy Spirit and power, no one can do anything. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോ ക്രൈസ്തവരും ജ്ഞാനസ്നാനത്തിലൂടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിട്ടുള്ളവരാണ്. Every Christian who believes in Jesus have received the Holy Spirit through baptism. പരിശുദ്ധാത്മാവ് ഉണ്ടായിട്ടും ലക്ഷക്കണക്ക് കോടിക്കണക്ക് മനുഷ്യര് ക്രൈസ്തവര് ജീവിക്കുന്നത് പാപത്തിലാണ്. Though they have the Holy Spirit, crores of Christians are living in sin. മാരക പാപങ്ങളായി വ്യഭിചാരവും സ്വവർഗഭോഗങ്ങളും അതുപോലുള്ള അനേകം ജഡികമായ ഭാവങ്ങളിൽ മുഴുവൻ ജീവിക്കുന്ന കോടിക്കണക്ക് മനുഷ്യര്, കോടിക്കണക്ക് ക്രൈസ്തവര് ഈ ഭൂമുഖത്തുണ്ട്. There are crores of Christians in this world who live in mortal sins like adultery. അവരൊക്കെ ജ്ഞാനസ്നാനം സ്വീകരിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരാണ്. They received the Holy Spirit when they received the baptism. അവരുടെ ശരീരങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളായി സമർപ്പിക്കപ്പെട്ടതാണ്. Their bodies have been surrendered as the temple of Holy Spirit. എന്നാൽ ആ മനുഷ്യമേൽ കിടക്കുന്ന പാപത്തിന്റെ ആധിപത്യം മൂലം അവരെ ഭരിക്കുന്ന തലമുറകളുടെ പാപങ്ങൾ മൂലം സ്വതന്ത്രമാകാൻ സാധ്യമല്ലാതെ മനുഷ്യർ പാപത്തിന്റെ അടിമകളായിട്ടാണ് ജീവിക്കുന്നത്. But men are living as slaves of sin because of the authority and dominion of sin upon them through their ancestors. യേശുവിൽ പ്രിയമുള്ളവരെ, മനുഷ്യന്റെ പാപം മൂലം അവൻ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നിസ്സഹായനായി ഒരു തടവുള്ളിയായി ഉള്ളിൽ കിടക്കുക, അവന്റെ ഹൃദയത്തിൽ കിടക്കുകയാണ്. Dear ones, because of the sin in man, the Holy Spirit in him is helpless and lives in him as a prisoner. ഇവിടെയാണ് നമുക്ക് അറിവുണ്ടാകേണ്ടത്. Here only we need to have knowledge. എനിക്ക് പരിശുദ്ധാത്മാവിന്റെ ഒരു സാധാരണ സാന്നിധ്യം മാത്രം പോരാ, എനിക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി കൂടിയേ തീരൂ. I need the power of the Holy Spirit, not just his presence. ഇന്ന് ക്രൈസ്തവർക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയില്ല. Now even the Christians, though they have the Holy Spirit, they do not have the power of the Holy Spirit. അവർക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമില്ല. They do not have the anointing of the Holy Spirit. അതുകൊണ്ട് പാപത്തിന്റെ കാറ്റ് വീശുന്ന നിമിഷത്തിൽ മനുഷ്യൻ പാപത്തിൽ വീണു പോവുകയാണ്. So when the wind of sin falls, they immediately fall into sin. എന്തുകൊണ്ടാണ് ക്രൈസ്തവ കുടുംബങ്ങളിൽ നിരന്തരം കലഹത്തിന്റെ വേദികളായിട്ട് മാറുന്നത്? Why do Christian families always have quarrels and fights in them? എത്രയോ മനുഷ്യര് പറയും വീട്ടിലേക്ക് പോകാൻ ഭയമാണ്. Many people say, I'm scared to go home. വീട്ടിൽ ചെന്ന് കയറിയ കലഹമാണ്. There is fight immediately when I enter ഒന്നുകിൽ home. അപ്പനുണ്ടാക്കുന്ന കലഹം, Mostly it is the fathers, അമ്മയുണ്ടാക്കുന്ന കലഹം, the mothers who make the സഹോദരന്മാരുണ്ടാക്കുന്ന കലഹം, the quarrels of siblings, സഹോദരിമാരുണ്ടാക്കുന്ന കലഹം. the quarrels of sisters. വീട്ടിൽ പോകാൻ ഇഷ്ടമില്ല. I do not like to go home. എത്രയോ കുട്ടികൾ, എത്രയോ യുവാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. How many children and young people have told this? നമ്മുടെ കുടുംബങ്ങൾ കലഹത്തിന്റെ വേദികളായിട്ട് മാറിയില്ലേ? Aren't our families become the stage of quarrels? ദൈവത്തിന്റെ വചനങ്ങൾക്കോ ദൈവത്തിന്റെ കൽപ്പനകൾക്കോ യാതൊരു സ്ഥാനവും കൊടുക്കാതെ
ലോകത്തിലെ വെറും മനുഷ്യരെ പോലെ പാപത്തിന് അടിമപ്പെട്ട് ജീവിക്കുന്ന ഒരു കുടുംബത്തിലും സമാധാനം ഉണ്ടാവുകയില്ല. There will be no peace in any family that doesn't obey the commandments of God but live according to the world. മനുഷ്യരിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ടെങ്കിലും ദൈവത്തിന്റെ ആത്മാവ് അവിടെ നിശബ്ദനാണ്, നിസ്സഹായനാണ്. Though the Holy Spirit dwells in man, the Holy Spirit is helpless and is silent. എന്നാൽ അവനെ ഭരിക്കുന്ന പാപത്തിന്റെ ശക്തികൾ അവനെ നിയന്ത്രിക്കുന്നുകൊണ്ട് അവിടെ കലഹങ്ങൾ ഉണ്ടാകുന്നു, അവിടെ അതിക്രമങ്ങൾ ഉണ്ടാകുന്നു. But their quarrels and transgressions happens because of the power of sin that rules him. യേശുവിൽ പ്രിയപ്പെട്ടവരെ, ഈ പാപത്തിന്റെ ശക്തികളെ ജയിക്കണമെങ്കിൽ നമുക്ക് ദൈവത്തിന്റെ ശക്തി കൂടിയേ തീരൂ. Dear ones, in order to gain victory over this power of sin, we need the power of God. അവിടുന്ന് അയച്ചു തരുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൂടിയേ തീരൂ. We need the power of the Holy Spirit that He sends us. നിനക്ക് ലഭിച്ച ജ്ഞാനസ്ഥാനത്തിൽ ലഭിച്ച പരിശുദ്ധാത്മാവ് നിനക്ക് ഒരിക്കലും ഈ ലോകത്തെ ജയിക്കുവാൻ സാധിക്കത്തില്ല. By the Holy Spirit that you received in baptism, you will never be able to gain victory over this നീ world. പ്രാർത്ഥിക്കണം, കർത്താവ് യേശുവേ അങ്ങ് വാഗ്ദാനം ചെയ്തതുപോലെ ബുക്ക് ഓഫ് ആക്ട്സ് 1:8 അപ്പോസ്തലർ 1:8 വചനപ്രകാരം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. You have to pray to Jesus, Lord, as you have promised in Acts 1:8, when the Holy Spirit comes upon you, you will receive power. അതിന്റെ ഉത്തരമാണ് ബുക്ക് ഓഫ് ജോൺ 14:15 യോഹന്നാൻ 14:15 യേശു പറയുന്നു, നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കും. ഞാൻ എൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുകയും നിങ്ങൾക്ക് മറ്റൊരു സഹായകരെ അവിടുന്ന് നൽകുകയും ചെയ്യും. The answer for that is John 15:14. If you love me, you will keep my commandments, and I will ask the Father and will send you a helper to be with you forever. ശ്രദ്ധിക്കണമേ, ജ്ഞാനസ്നാനം സ്വീകരിച്ച് അതിലൂടെ പരിശുദ്ധാത്മാവിനെ കിട്ടിയവന്റെ ജീവിതത്തിലെ പരിശുദ്ധാത്മാവ് ശക്തിയായി മാറണമെങ്കിൽ യോഹന്നാൻ 14:15 സംഭവിക്കണം. Listen carefully. If the Holy Spirit that you received in the baptism should become strong, you need to receive the promise in John 14:15. 14:15 യേശു പറയാണ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകൾ പാലിക്കും. Jesus says in John 14:15, if you love me, you will keep my commandments. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും And I will ask the Father. എന്നേക്കും നിങ്ങളുടെ കൂടെ ആയിരിക്കുവാൻ മറ്റൊരു സഹായനെ അവിടുന്ന് നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. And He will give you another advocate to be with you forever. എന്നിട്ട് പറയാം, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. If you love me, you will keep my commandments. I will ask my Father, and He will give you another advocate, the Holy Spirit, as the helper. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളുടെ കൂടെ ആയിരിക്കുവാൻ മറ്റൊരു സഹായനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. ഹല്ലേലൂയ. ഈശോ പറയാണ്, ഞാൻ ഒരു മറ്റൊരു സഹായനെ നിങ്ങൾക്ക് നൽകും. ആ സഹായകനാണ് ഇല്ലാതെ പോയത് മനുഷ്യർക്ക്. Jesus tells that I will give you another helper. Man is not having that helper. എപ്പോഴാണ് ഈ സഹായനെ ലഭിക്കുന്നത്? When do you receive this helper? എന്റെ കൽപ്പനകൾ പാലിച്ച് നിങ്ങൾ എന്നെ സ്നേഹിക്കുമ്പോൾ ഞാൻ നിനക്ക് വേണ്ടി പിതാവിനോട് പ്രാർത്ഥിക്കും. അപ്പോൾ പിതാവ് നിനക്ക് ഒരു സഹായകനെ നൽകും. When you keep my commandments and love me, I will ask the Father, and the Father will give you a helper. What is the meaning of that helper? എന്താണ് അതിന്റെ അർത്ഥം? സഹായകൻ എപ്പോഴും സഹായിക്കുന്നവനാ. What is the meaning of the helper? It is He who helps always. നമുക്കൊരു സെക്യൂരിറ്റി ഗാർഡ് ഒരു VIP ആണെങ്കിൽ ഒരു സെക്യൂരിറ്റി ഗാർഡിനെ കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഹിസ് റെസ്പോൺസിബിൾ. എൻ്റെ ഉത്തരവാദിത്തമാണ് ആ വ്യക്തിയെ സംരക്ഷിക്കുക, എപ്പോഴും കൂടെ ആയിരിക്കും എന്നുള്ളത്. If we are a VIP and we are provided with a security guard, it is his duty to protect us all the time. നിന്റെ ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങളും നിന്നെ സഹായിക്കുവാൻ വേണ്ടി യേശു അരുളിച്ചെയ്യാണ്, പരിശുദ്ധാത്മാവ് സഹായകനായി നിന്നിൽ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. In order to help you in all the needs of your life, Jesus says that I will send the helper and he will help you. അതെപ്പോഴാണ് സംഭവിക്കുന്നത്? When does that happen? നീ യേശുവിനെ സ്നേഹിക്കുമ്പോൾ. When you love Jesus. യേശുവിന്റെ വചനം അനുസരിച്ച് ജീവിച്ചുകൊണ്ട് യേശുവിനെ സ്നേഹിക്കുമ്പോൾ നിനക്ക് ലഭിച്ച പരിശുദ്ധാത്മാവ് നിന്നിൽ ഉണരും, നീ ശക്തനായി മാറും. When you love Jesus by keeping his commandments, the Holy Spirit in you will be awakened and he will become powerful. Hallelujah. 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 തിരിച്ചറിയണമേ, നിനക്ക് ലഭിച്ച പരിശുദ്ധാത്മാവ് അപ്പോൾ നിന്നിൽ ഉണർന്ന് നിന്നെ സഹായിക്കുന്ന ശക്തനായി മാറും. അതാണ് യേശു പറഞ്ഞത്, നിന്റെ മേൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നീ ശക്തി പ്രാപിക്കും. You will receive power when the Holy Spirit has come upon you. You need to realize that time the Holy Spirit in you will be awakened and he will become powerful. That is what Jesus meant when he said, when the Holy Spirit comes upon you, you will be powerful.